മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർക്കും പണം നൽകിയിട്ടില്ലെന്ന് ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷൻ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഒരു ചർച്ച സംഘടനയിൽ അത്തരത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അരവിന്ദാക്ഷൻ പ്രതികരിച്ചു. ഈ ബാറിലെ ഉടമകളെല്ലാം കൂടെ പൈസ പിരിച്ച് സർക്കാരിന് കൊടുക്കണമെന്ന് പറഞ്ഞൊരു ഓഡിയോ പുറത്തു വന്നിട്ടില്ല. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ഹോട്ടലിനെ കുറിച്ചാണ്. നമ്മൾ കൂടുതൽ 2.5 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്ന് പറയും. എന്താണ് അതിന്റെ സംഭവം? നമ്മൾ കൊടുത്തിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടന നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ആയില്ല, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയില്ല, ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല, നമ്മൾ കൊടുത്തിട്ടുമില്ല. അത്തരത്തിലൊരു ഇടപാട് നടക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിവില്ല. ഇങ്ങനെ ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. ഇങ്ങനൊരു ആരോപണം അറിയുന്നത് മാധ്യമങ്ങളിലൂടെ അങ്ങനെ സംഭവം അറിയുന്നത്. ജോസിൽ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ജോസിൽ, ഇടുക്കിയിൽ തന്നെയുള്ള ഒരു അബ്കാരി മുതലാളിയാണ് ഇത് സംബന്ധിച്ച് ഉള്ള ഒരു ശബ്ദ സന്ദേശം ഇട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. ഇപ്പോൾ അവിടെ തന്നെയുള്ള മറ്റൊരു ഉടമ അദ്ദേഹം പറയുന്നു ഈ തരത്തിൽ ഒരാവശ്യവും ഉണ്ടായിട്ടില്ല എന്ന്. എന്താണ് വിശദാംശങ്ങൾ? ജോസിൽ, ഇടുക്കിയിലുള്ള ഒരു അനിമോനാണ് ഇത് സംബന്ധിച്ചൊരു ശബ്ദരേഖ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ അവിടെ നിന്നുള്ള മറ്റൊരു ഹോട്ടൽ ഉടമ ഇത് സംബന്ധിച്ച് പറയുന്നു അങ്ങനെ യാതൊരു ആവശ്യവും ഉയർന്നിട്ടില്ല എന്ന്. എന്താണ് വിശദാംശങ്ങൾ? ഷമ്മി, ഈ ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടൽ മാത്രമാണ് ഈ അനിമോൻ്റെ ശബ്ദരേഖയിൽ പറയുന്ന രീതിയിൽ പണം കൊടുത്തത്, 2.5 ലക്ഷം രൂപ കൊടുത്തത് എന്നാണ് അനിമോൻ്റെ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത്. ആ സ്പൈസ് ഗ്രോവ് ഹോട്ടലിൻ്റെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷനാണ് ഇപ്പോൾ കാണിച്ച ബൈറ്റിലുള്ളയാൾ. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു തുക ഈ സംഘടന ആവശ്യപ്പെട്ടിട്ടുമില്ല, ഞങ്ങളുടെ ഹോട്ടലിട്ട് കൊടുത്തിട്ടുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഈ അനിമോന് തന്നെ ഷെയറുള്ള ഈ ഒരു ഹോട്ടൽ കൂടിയാണ് ഈ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എന്ന് പറയുന്നത്. ആ ഹോട്ടലിൽ മാത്രം പണം കൊടുത്തു എന്ന രീതിയിലാണ് ഈ അനിമോൻ ഇത്തരത്തിൽ ഒരു ശബ്ദരേഖ ഗ്രൂപ്പിൽ ഇട്ടത്. അതിൽ എന്തോ അപാകതയുണ്ട്, അതിൽ സംശയിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇപ്പോൾ ആ ഹോട്ടലിൻ്റെ ഈ 2.5 ലക്ഷം രൂപ കൊടുത്തു, ആ ഹോട്ടൽ മാത്രം കൊടുത്തു എന്ന് പറയുന്ന ആ ഹോട്ടലിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു പണം കൊടുത്തിട്ടില്ല, അങ്ങനെ ഞങ്ങളുടെ സംഘടന കൊടുത്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അതുപോലെ തന്നെ ഈ അനിമോന് ഈ സംഘടനയുടെ ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ട പണിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനയുമായി ഉണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി ഈ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ആരോപണമാക്കി പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാവുന്ന രീതിയിൽ ഒരു പ്രശ്നത്തെ ഈ ശബ്ദരേഖ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ശബ്ദരേഖ അനിമോൻ ഗ്രൂപ്പിൽ ഇട്ടത് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഈ അനിമോനെ സംബന്ധിച്ച് അവരുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ഏതായാലും രാവിലെ മുതൽ തന്നെ ഈ വിഷയത്തിൽ അനിമോൻ്റെ പ്രതികരണം എടുക്കുന്നതിനു വേണ്ടി ഇടുക്കിയിലെ മാധ്യമപ്രവർത്തകർ എല്ലാം തന്നെ അദ്ദേഹത്തെ സമീപിക്കുകയും രാവിലെ മുതൽ വിളിക്കുന്നതാണ്, രാവിലെ മുതൽ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളുമായി സംസാരിച്ച് അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴെല്ലാം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ വലിയ ആയുധമാക്കി ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്പൈസ് ഗ്രോവ് ഹോട്ടലിൻ്റെ ഉടമ തന്നെ അത്തരത്തിൽ ഞങ്ങളോട് ഒരു സംഘടനയും പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അതുപോലെ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നും വ്യക്തമായി പറയുമ്പോൾ ഇത് കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഷമ്മി, ജോസിൽ, ഈ ഒരു ശബ്ദരേഖ കേൾക്കുമ്പോൾ തന്നെ ഇതിന് പിന്നിലൊരു ആസൂത്രണമുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്ന് ഒറ്റയടിക്ക് തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു നിർമ്മിതി. അതിൽ തന്നെ ഈ പറയുന്ന ആളാണ്, ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ് നമ്മളോട് സംസാരിച്ചത്, അത്തരത്തിൽ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളത് എക്സൈസ് മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പറഞ്ഞ ഹോട്ടൽ ഉടമ കൂടി ആവശ്യപ്പെടുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു ചുരുക്കം? ഇപ്പോൾ സംസാരിച്ച വ്യക്തി ഇത് ഈ സ്പൈസ് ഗ്രോവ്
ഈ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഇപ്പോൾ സംസാരിച്ച വ്യക്തി സ്പൈസ് ഗ്രോവ് ഹോട്ടലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അനിമോനും കൂടി, അതായത് ഈ ശബ്ദരേഖ ഇട്ട അനിമോനും കൂടി ഷെയറുള്ള ഹോട്ടലാണ് ഈ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എന്ന് പറയുന്നത്. ആ ഹോട്ടൽ ബാക്കി എല്ലാവരോടും പണം ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ എല്ലാ ബാർ ഹോട്ടലുകാരോടും 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടും ഈ ഒരു ഹോട്ടൽ മാത്രമാണ് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശബ്ദരേഖയിലുള്ളത്. ആ ശബ്ദരേഖയിൽ പെടുന്ന ഈ സ്പൈസ് ഗ്രോവ് ഹോട്ടലിൽ ഈ അനിമോനും ഷെയറുണ്ട്. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടു പറയുകയാണ്, ഞങ്ങൾ അത്തരത്തിൽ ഒരു സംഘടനയും ഞങ്ങളോട് അത്തരത്തിൽ പണം ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ കൊടുത്തിട്ടുമില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ അനിമോൻ ഇനി ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലവിൽ നിൽക്കുന്നത്. ഏതായാലും വലിയ ദുരൂഹതയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പിന്നിൽ ശക്തമായ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ വ്യക്തമാകുന്നത്. ഷമ്മി, ജോസിൽ, ഈ ശബ്ദരേഖ ആദ്യം എത്തുന്നത് തിരുവനന്തപുരത്തെ ചില മാധ്യമങ്ങൾക്കാണ്. പത്രങ്ങളിലടക്കം ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. ഇന്ന് ഇറങ്ങിയ പത്രങ്ങളിലടക്കം ഈ വാർത്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഇതിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, മുൻകാലങ്ങളിൽ ഇത്തരം ചില ശബ്ദ സന്ദേശങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വന്നിരുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് പെട്ടെന്ന് താരതമ്യപ്പെടുത്താനും ആൾക്കാർക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഓർത്തെടുക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു സംഗതി എന്ന നിലയിൽ വളരെ ചുളുവിൽ ഈ കാര്യം സാധിച്ചെടുക്കാം ഈ ഒരു ശബ്ദരേഖ കൊണ്ട് എന്ന് വളരെ കൃത്യമായി ആർക്കൊക്കെയോ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ശബ്ദരേഖ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം ഈ സംഘടനയ്ക്ക് സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ പ്രസിഡന്റ് ഉണ്ട്, മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഉള്ളപ്പോൾ ഈ അനിമോൻ എന്തിനാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം? അത് ഈ വന്ന കാലത്ത് ഈ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഒരാളും ഇടുന്ന കാര്യവുമല്ല. ഈ രീതിയിലൊരു ശബ്ദ സന്ദേശം ഇട്ടത് എന്നൊരു സംശയം ഉയരുന്നില്ലേ? ഈ ബാർ മുതലാളിമാരുടെ സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് എന്നാണ് ഇന്നലെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത്. എന്നാൽ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്നത് സംഘടനയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈ അനിമോനെ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ പുറത്താക്കി എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന, അതായത് അനിമോൻ്റെ ഷെയറുകാരൻ കൂടിയായിട്ടുള്ള ഈ ബാർ മുതലാളി ഇപ്പോൾ നമ്മളോട് ഈ മാധ്യമങ്ങളോട് സംസാരിച്ച ഈ സ്പൈസ് ഗ്രോവ് ഹോട്ടലിൻ്റെ ഉടമ തന്നെ വ്യക്തമാക്കുന്നത് ഈ സംഘടനയുമായി, അതായത് സംഘടനയുടെ കെട്ടിടത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുള്ള സംഭവമാണോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണം, ഈ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുന്ന ഒരു ആരോപണത്തിന് വഴിവെക്കുന്ന ഒരു ശബ്ദം എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അങ്ങനെ ഗ്രൂപ്പിലിട്ടത്? ആ ഗ്രൂപ്പിലിട്ടതിന് ശേഷം ആ ഗ്രൂപ്പിൽ നിന്ന് അത് ഡിലീറ്റായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളേതായാലും ആ ഗ്രൂപ്പിൽ, ഇത് ബാർ ഉടമകളുടെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ്, ഇടുക്കി ജില്ലയിലെ ബാർ ഉടമകളുടെ ഒരു ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം അനിമോൻ ഇട്ടു എന്ന് പറയുന്നത്. അത് ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ചെയ്തത്. അത് ഏത് രീതിയിലാണ് ആ ഗ്രൂപ്പിൽ നിന്ന്, ഈ ബാർ മുതലാളിമാർ മാത്രമുള്ള ഗ്രൂപ്പിൽ നിന്ന് ആ ശബ്ദ സന്ദേശം പുറത്തു പോയതെന്നും പിന്നീട് ആ ഗ്രൂപ്പിൽ നിന്ന് ഈ ഇട്ടയാൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത് എന്താണ് എന്നുള്ളതും നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഉടൻ തന്നെ ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആരോടും പ്രതികരിക്കാൻ ഈ അനിമോൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോയി ബൈറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതുപോലെ അദ്ദേഹത്തെ പലതവണ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഷമ്മി, ജോസിലാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ ബാർ മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സ്വാധീനിക്കാൻ പണം നൽകണമെന്ന് അനിമോൻ എന്ന് പറയുന്ന ഒരു ബാർ ഉടമ ശബ്ദ സന്ദേശം ഇട്ടിരുന്നു. ആ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലേക്ക് എത്തി. അതിനുശേഷം പ്രതിപക്ഷമടക്കം അത് ഏറ്റുപിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്.